കൂട്ടുകാരെ നമുക്കൊരു മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാം. മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മാങ്ങ കഴുകി വെച്ചത് അപ്പം നമുക്ക് ഉണ്ടാക്കാം. നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും കറിവേപ്പില മുളകൊക്കെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചിരണ്ടി വെച്ച തേങ്ങയ്ക്ക് നമുക്ക് ജീരകം ഇടാം, വെളുത്തുള്ളി ഇടാം, മഞ്ഞപ്പൊടി ഇടാം, ചുവന്നുള്ളി ഇടാം. ഞാനിപ്പോൾ ജീരകം ഇട്ടു. ഇനി നമുക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇട്ടു. നമുക്ക് കഴുകി വെച്ച ആവശ്യമുള്ള ചുവന്നുള്ളി, മഞ്ഞപ്പൊടി, നമുക്കിനി ആവശ്യമുള്ള മഞ്ഞപ്പൊടി ഇടാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. തേങ്ങ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച മാങ്ങയിലേക്ക് നമുക്ക് അരച്ച് തേങ്ങ ഇടാം. ഇനി നമുക്ക് ഒഴിക്കാം. നമുക്ക് ഈ തേങ്ങേൻ്റെ പച്ചച്ചവ് മാറുന്ന വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. വെട്ടി തെളിക്കണം. നമുക്ക് നന്നായിട്ട് കറി വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഓഫാക്കാം. നമുക്ക് ഈ മാമ്പഴത്തിലേക്ക് നമുക്ക് ഈ തൈര് ഒഴിക്കാവേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ഇനി നമുക്ക് ഇളക്കാം. ഇനി നമുക്ക് താളിക്കാൻ വേണ്ടി ചീനച്ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുക് ഇടാം. ഇനി അടുത്തത് നമുക്ക് ഉലുവ ഇടാവേ. ഇനി പൊട്ടി വരുമ്പോൾ നമുക്ക് ഉണക്കമുളക് ഇടാം. അതിൻ്റെ ശേഷം നമുക്ക് കറിവേപ്പില ഇടാം. പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുളകിടാം. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഇളക്കാം. ഹലോ കൂട്ടുകാരെ, അപ്പം എൻ്റെ മാമ്പഴക്കറി സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ടാറ്റാ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ മാമ്പഴക്കറി. അപ്പം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ. ടാറ്റാ.